ഹലോ ഗായ്സ്, അപ്പോൾ മിഥുൻ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ക്രാഫ്റ്റ്സ്മാൻ 5. ഇത് പാർട്ട് 2 ആണ് ഗൈസ്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ബ്രീഡറിലെ വില്ലേജറിനെ ഞാനെടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ട്രേഡിങ് ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു വില്ലേജർ സോംബി ആയി പോയി. സോ അവരെ ഞാൻ തട്ടിയിട്ട് പുതിയൊരു കുറച്ച് വില്ലേജേഴ്സ് ബ്രീഡായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതിന് ശേഷം അത് വെച്ച് ഒരു സാധനം ഉണ്ടാക്കി, ട്രേഡിങ് ഹാളിലുണ്ടാക്കി. സോ അതാണ് ആ ട്രേഡിങ് ഹാൾ നമ്മളിത് കാണിച്ചു തരാൻ പോകണം ഗൈസ്. സോ ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ നമ്മൾ ഇതാകില്ലേ അയൺ ആർമറാണ്. സോ ഗൈസ്, ഇത് അയൺ ആർമറാണ്. നമ്മുടെ അയൺ ടൂൾസൊക്കെ പൊട്ടിപ്പോയി. നമ്മൾ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതിന് ഇറങ്ങാം. ഇവൻ നമുക്ക് കണ്ടില്ലേ ഗോൾഡൻ ക്യാച്ചിൻ്റെ വീട് വരും. ഇവൻ നമുക്ക് മറ്റേ കുക്കീസും ആപ്പിളിൻ്റെ ഒക്കെ ട്രെയിൻ വരും. ഇവൻ ഒരു ലൈബ്രറിയന്മാരാണ്. എനിക്ക് നല്ല ട്രൈഡൊന്നും ലൈബ്രറിയന്മാരുടെ കിട്ടിയില്ല. ഈ നോക്ക് ബാക്കും കിട്ടി, പ്രൊട്ടക്ഷൻ ടൂവും കിട്ടി. നല്ല ട്രൈഡൊന്നും കിട്ടിയില്ല. വേറൊരു ലൈബ്രറിയനാണ് ഗൈസ്. ഇതിലും ഇപ്പോൾ നമുക്ക് ബുക്ക് ഷെൽഫ് വരും, അത് മാത്രമേ ഇതുള്ളൂ. പിന്നെ കേഴ്സ് ഓഫ് ബൈൻഡിങ് ഒട്ടും കൊള്ളില്ല, ഒന്നും വേണ്ട. ഈവൻ ബെയിൻ ഓഫ് ആർത്രോസ് വരും, അത് കുറച്ച് നല്ല ബുക്കാണ്, രക്ഷപ്പെട്ടു അതുകൊണ്ട്. പിന്നെ അവൻ ലൂട്ടിങ് 2 വരും. ലൂട്ടിങ് 3 വന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇവൻ നമുക്ക് ഡയമണ്ടിൻ്റെ ബൂട്ട്സും ഹെൽമെറ്റും തരും. ഇവനാണെങ്കിൽ നമുക്ക് ഡയമണ്ടിൻ്റെ ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ചെസ്റ്റ് പ്ലേറ്റും ബൂട്ട്സും തരും. ഇവൻ നമുക്ക് ലെഗിൻസും ചെസ്റ്റ് പ്ലേറ്റും തരും. ഇവനാണെങ്കിൽ നമുക്ക് നമ്മുടെ സോഡും ആക്സും തരും. ഇവൻ ഷവലും ഡയമണ്ട് ഷവലും പിക്കാക്സും തരും. ഇവനിക്ക് ഹോയും തരും, പിക്കാക്സും തരും. അപ്പോൾ പിക്കാക്സ് ആക്സും തരും. ഇപ്പം ഇത്രയാണ് വില്ലേജേഴ്സിനെ ഇതുവരെയായിട്ട് ഇവിടെ ഇട്ടിട്ടുള്ളത്. വലിയ സെറ്റപ്പൊന്നുമില്ല, ഇത്ര ചെറിയ സെറ്റപ്പ് തന്നെയാണ്. ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ കയറുക? ഞാനിപ്പോൾ ഇത് വയ്ക്കാനുള്ളത് മാത്രമേ നോക്കിയുള്ളൂ വയസ്സ്. ഇതിപ്പോൾ കയറി എങ്ങനെയാണോ ഇത് കാട്ടി. കാരണം ഞാൻ മേളിൽ നിന്ന് വെച്ചിട്ട് വന്നുകൊണ്ട് വല്ലപ്പോഴും ട്രേഡിങ് ഓക്കെ. നമുക്കിതാ ക്ലോസ് ചെയ്യാം. ബ്രീഡറിൽ ആരും ഇപ്പോൾ വരണില്ലല്ലോ. അങ്ങോട്ട് ഫുഡ് കഴിക്കട്ടോ. സോ എനിക്ക് ഡയമണ്ട് ആർമർ ആവണം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, ഓഫ് ക്യാമറ ഗ്രൈൻഡ്. അപ്പോൾ ഈ ചെസ്റ്റിൽ കണ്ട ഫുൾ ഡയമണ്ട് ഗിയർ അപ്പ്. യെസ് ഗൈസ്, ഫുൾ ഡയമണ്ടിൻ്റെ ഗിയർ അപ്പ്. ബൂട്ട്സ്, സോഡ്. അയ്യോ, ലെവലായില്ലല്ലോ, സോറി. Cover me with diamonds. Yes. Cover me with diamonds.
നമ്മുടെ പഴയ ആയുള്ള നമ്മളൊക്കെ വെക്കാം. തൽക്കാലം ഇപ്പോൾ ഹോളിൽ ഇരുന്നോട്ടെ. നമുക്ക് ഇപ്പം തൽക്കാലം ആവശ്യമില്ല. ആവശ്യം പറയാം. ഫുഡ് വേണം, അത് ഇരുന്നോട്ടെ. വാട്ടർ ബക്കറ്റ് ബെൽറ്റ് ചെയ്യാൻ. സോ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് കാണിച്ചാൽ ഉണ്ടാവുള്ളൂ. വേറെ ഓളൊന്നുമില്ല. അത് വെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞു. ഫുഡൊന്നും ഇഷ്ടമല്ല. വെള്ളം വരുന്ന സ്ഥലം ഒന്നും ഇഷ്ടമല്ല. വെള്ളം എടുത്തിട്ട് ഒഴിച്ചോ. നമ്മൾ അവിടെ പോയിട്ട് ഈ വെള്ളം എടുക്കാം. നമുക്ക് ഇല്ലാതെ ചെയ്തേ പറ്റൂ. നമ്മുടെ വീട്ടിൻ്റെ ഫീഡ് കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലത് പോലെ നമ്മൾ ഫാമിങ്ങൊന്നും ചെയ്യില്ല. ഫാമിങ്ങിക്ക് ലിമിറ്റ് ചെയ്യണം. എല്ലാം നമ്മുടെ ഫാമിൽ ഇല്ല കയറില്ലെന്ന് വാങ്ങിച്ചാൽ പോലെ ഇതിപ്പോൾ ഫാമിങ് ചെയ്യുന്നില്ല. ഇതൊരു നമ്മൾ കേവ് മൈനിങ്ങിനൊക്കെ കുറേ പോയിട്ടോ. പുതിയ ഡയമണ്ട് നമുക്ക് സാലഡ് ഇട്ട് വെക്കാം. അതിൻ്റെ സാലഡ് സോ നമുക്കൊരു വീട് വെക്കണം. സോ അതിനുള്ള പരിപാടി നമ്മൾ അവിടെ അല്ല ആക്സൈഡ് ഡയമണ്ടിൻ്റെ ആക്സൈഡ് എന്തെങ്കിലും ഡയമണ്ട് ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പുറത്തിട്ടത്. കാരണം ഇതില്ല ഡയമണ്ട് ഇല്ല. ആകെ ഒരെണ്ണേ ഉള്ളൂ മൈനിങ്ങിന് പോയിട്ട് കിട്ടിയത്. അതില്ലല്ലോ ഇട്ടിട്ടുണ്ടായി. അതെടുക്കേണ്ട ആവശ്യമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഡിഫോറസ്റ്റേഷൻ ചെയ്യണം. ഓക്കെ, നമ്മുടെ വീട് വെക്കാൻ നമ്മുടെ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറേ ഡിഫോറസ്റ്റേഷൻ ചെയ്തു. ബ്രിക്സ് വരെ വേണം. ഒരു പ്ലെയിൻ ആയിട്ടുള്ള മാത്രമേ പക്ഷേ അത് ലക്ഷറി വീടൊന്നുമല്ല. അത് വിചാരിക്കേണ്ട വീട്. മരം മെന്റിങ് വില്ലേജസിനൊക്കെ ഒപ്പിക്കണം. നമ്മൾ ഈ സീരിയസ് എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ നോക്കാൻ പോകില്ല. എന്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ സീരിയസ്ലി ഡ്രാഗനെ കൊല്ലാൻ മാക്സിമം നോക്കും. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്, മെയിൻ ഗോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗനെ കൊല്ലില്ല. സോറി, ഇപ്പോഴത്തെ ഗോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെതർ കയറുക. നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമുക്ക് ലെതർ കയറാൻ പറ്റുമോ നോക്കാം ഗൈസ്. ആദ്യം ഇനി നമുക്ക് ലാവ് വേണ്ടേ. പക്ഷേ അതിൻ്റെ ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ട്. പറ്റില്ല. 10 ഒബ്സിഡിയല്ലേ അതിൽ. സോ നമുക്ക് ആദ്യം അതും അവിടെ ലാവ ഒന്നും അങ്ങോട്ട് കാണാം. സോ അത് താഴത്തോട്ട് ഇറങ്ങാം. ഡയമണ്ട് അയണിനേക്കാളും പതുക്കെ ലൈഫ് കഴിയില്ല. അതുകൊണ്ട് അതിന് പേടിക്കണ്ട. ഫീൽഡിൽ ലൈഫ് കുറവായിരുന്നു. സാരല്ല. അവൻ്റെ ഫെദർ ഫോളിങ്ങും വണ്ണുണ്ട്. പ്രൊട്ടക്ഷൻ വണ്ണുണ്ട്. അതുണ്ട്, എന്തൊക്കെയുണ്ട്. നമ്മൾ ലാവ കണ്ടുപിടിക്കാൻ വന്നേ. ലാവ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളെ ഇതാക്കട്ടെ.
ഇവിടെ കുറേ ടോർച്ച് വെച്ചു. ഇവിടെ കുറേ ടോർച്ച് വെച്ചിട്ടുണ്ട്. ഒരു എൻജാൻഡിങ് സെറ്റപ്പ് അതിന് വേണ്ടി ഉണ്ടായിരുന്നു മൈനിങ്. ലൈഫ് അപ്പൊ ഇങ്ങനെ ആർക്കറിയാം കുറച്ച് മാറ്റി ഡെഫിഷ്യൻസി ഉള്ള എന്താടാ എന്നെ രക്ഷിക്കണമെന്ന് വിചാരിക്കണ്ട. ഒറ്റൊന്നും വയ്യായിരുന്നു അല്ലേ. ഇപ്പൊ ഞാൻ ലാഭമുണ്ട്. സൂക്ഷിച്ച് പോണം ഈ സന്ദർഭങ്ങളിൽ ചോദിച്ചോ. എവിടുന്നാ പൊഴുകി വരണം അവിടെ നിന്ന്. ഇവിടുത്തെ ആ ബ്ലോക്ക് പിക്കാക്സ് വെച്ച് മൈൻഡ് ചെയ്യാൻ താഴത്തിലാവുന്നുണ്ടല്ലോ. ഞാനിതൊന്ന് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ ഞാനങ്ങനെ ഫൈനലി അയ്യോ കുറച്ച് രാത്രിയാണല്ലോ, പണി കിട്ടിയോ, പോവാം. പക്ഷെ നമ്മളിനി അത്ര ഈസി ആയിട്ട് കൊല്ലാൻ പറ്റില്ല. കാരണം നമ്മൾ ഡയമണ്ട് ആണെന്നാണ് ഗ്രാനൈറ്റ് എടുത്തിട്ട് ഒരു ബ്ലോക്ക് സെറ്റ് ചെയ്യുക. ഇവിടെ ഉള്ളത് എടുത്തിട്ട് എടുക്കുക. ഞാൻ ശകലം ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. അയ്യോ എന്നിട്ട് ഒരു ആക്സ് എടുത്തിട്ട് ഒരു ശകലം എടുത്തിട്ട് ഒരു ബോക്സ് ഞങ്ങളുടെ കയറി പോവുക. ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ കയറി കട്ടറുണ്ട് ഡേർട്ടി യൂസായി പുറത്താരും ഇത് സീസൺമാനല്ലേ. അപ്പോൾ എനിക്ക് ഇതാവട്ടെ. ഏത് മോൺസ്റ്ററായി പോയിട്ടില്ലേ അവരുടെ എല്ലാം ഉള്ളിലേക്ക് അറിയാമോ. സമാധാനം ഉറങ്ങി എന്നിട്ട് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഈ അങ്ങനെ ജോലിയാവണ്ട. ആരുമില്ല, ആനി ഇറങ്ങിക്കോ. എടാ എത്ര
നമുക്കെന്താ ഇപ്പം നമ്മളെ ആൾക്കാരില്ല, നമുക്ക് നമ്മളെ വീട്ടിൽ എൻ്റെ ദൈവങ്ങളെ വെറുതെ ഓരോ പറഞ്ഞൊരു കാര്യം എല്ലാ കുസൃതികളെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു കുസൃതി കാണിക്കും. അടുത്ത കുസൃതി ഒരു വരി ബ്ലോക്കാണോ ഇത്? ഈ 2 ബ്ലോക്ക് എടുക്കുക. എന്നിട്ട് ഇവിടെ ഉള്ള ഈ 2 കൂടെ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ അയ്യോനും ഫില്ല് ചെയ്യണമല്ലോ വയ്യ. എന്താ ചെയ്യുക? ഇല്ല, വരുന്നില്ല. പേടിച്ച് മാത്രമല്ലോ. ഇതിലെങ്കിലും വരുമോ? വാങ്ങണില്ലേ? ഒന്നിതാടോ കയ്യിലും ഇല്ല. ഇതിലുണ്ട്. ഞാൻ മറ്റോൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്ലിങ്ക് എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ അവിടെ 16 ഫ്ലിങ്ക് 1000. അതെടുക്കുക. നമുക്ക് സെറ്റ് ചെയ്യാം. ഇച്ചിരി റിസ്ക്കിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുന്നുണ്ടോ? നമുക്ക് നാളെ ബാക്കി ചെയ്യാം. ഓക്കെ, ട്രാൻസ് എടുക്കുക. ആദ്യം നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക്, എന്നിട്ട് ഇങ്ങോട്ട് 2 ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്, ഇങ്ങോട്ട് 3 ബ്ലോക്ക്. 1 2 ഇപ്പുറത്തും അതുപോലെ 1 2. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്, എന്നിട്ട് 1 ഇനി കറക്റ്റ് ഫ്ലെഞ്ച് ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ നെവർ കയറാറായി. ചിലപ്പോൾ ഫോർട്രസിൻ്റെ അടുത്ത് സ്പോണാവാനാണ് പതി. ഫോർട്രസിൻ്റെ അടുത്ത് സ്പോണാവണേ. അങ്ങനെയാവണേ. ഇതൊരു ഗോൾഡ് ഇട്ടിട്ട് പോകണ്ടേ? ഗോൾഡ് ചെയ്യാത്ത എവിടെ നോക്കിക്കും. വീട്ടിൽ കുറച്ച് ഗോൾഡ് എടുക്കണം, അതെടുക്കാം. ഇല്ലേ? അത് കുറച്ച് ഗോൾഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഒരു ഗോൾഡൻ ബൂട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് എടുത്തിട്ട് ഓക്കെ നമുക്ക് എതിർക്കാം. മര്യാദയ്ക്കൊക്കെ ഒന്ന് ഫോർട്രസിൽ അടുത്ത് സ്പോണായാൽ മതിയായിരുന്നു. അവന് സന്തോഷമായാണ്. ഫോണാവോ എന്തോ. വീഡിയോ എല്ലാവരും ചെയ്തേക്കാം. അതിനുണ്ട് ഫോട്ടോസ് ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഫോട്ടോസ് ഉണ്ട്. യെസ് ഗൈസ്, ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ലൈക്ക് സബ്സ്ക്രൈബ് ഉള്ള എല്ലാ വീഡിയോ ഒക്കെ അടുത്തൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.